കോട്ടയം ആസ്ഥാനമായിട്ട് മധ്യ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ നിയമിച്ചത് തന്നെ ഗവർണർ ഏകപക്ഷീയമായിട്ടാണ്. പക്ഷേ അതിനെക്കുറിച്ച് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് വലിയ നിലപാടൊന്നും ഉണ്ടായിരുന്നില്ല. UDF ഗവൺമെൻറ്റിന് അദ്ദേഹം നിയമിച്ച വൈസ് ചാൻസലർ എന്ന് പറയുന്നത് മാവൂദ് ദുരൈപാണ്ഡി എന്ന് പറയുന്ന ബേസിക്കലി കേരളൈറ്റ് അല്ല, പക്ഷേ അദ്ദേഹം നിരവധി വർഷങ്ങളായി കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെയൊക്കെ ഡയറക്ടറായി നിരവധി കാലം വർക്ക് ചെയ്തതാണ്. അവിടെ നിന്ന് തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിൽ നിന്ന് തന്നെ PhD എടുത്തിട്ടുള്ള ഒരാളാണ്. കൂടാതെ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം MBA ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ അതിനു മുമ്പ് അദ്ദേഹം ഡിഗ്രി ചെയ്ത് BCom-ലാണ്. അങ്ങനെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഡ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെയാണ് അവിടെ നിയമിച്ചിട്ടുള്ളത്. പക്ഷെ അത് പ്രധാനപ്പെട്ട ഒരു വിവാദത്തിലാവാൻ അല്ലെങ്കിൽ വിമർശനം ഏറ്റുവാങ്ങാൻ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രോ സംഘപരിവാർ അല്ലെങ്കിൽ BJP ചായ്വുള്ള ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോഴാണ് ആ നിയമനത്തിലൊക്കെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അങ്കമാലിക്കാരനായിട്ടുള്ള റോജി M. ജോൺ, അദ്ദേഹത്തിനൊന്നും അറിയാത്തതല്ല, പക്ഷെ അദ്ദേഹം എന്തെന്നുണ്ടെങ്കിൽ മുൻ ഗവൺമെൻറ്റുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനൊക്കെ തന്നെ. ഇപ്പം യഥാർത്ഥത്തിൽ ഇനി അടുത്തത് 3 കൊല്ലത്തോ 4 കൊല്ലത്തോളം ഇത് തന്നെ തുടരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. കൂടാതെ ഗവർണർക്കെതിരെയോ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ ഒന്നും കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കാതിരിക്കാൻ, അതായത് വളരെ എതിർത്ത ഒരു സ്റ്റാൻഡ് എടുക്കാതിരിക്കാനൊക്കെ തന്നെ മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ മറ്റു മന്ത്രിമാരും കൂടാതെ റോജി M. ജോണും ഒക്കെ ശ്രദ്ധിക്കുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ 30 പേരുടെ സെനറ്റ് മെമ്പറിലേക്ക് 19 പേരെ കൂടി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ 19 പേരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെ BJP-ക്കാർക്ക് താല്പര്യമുള്ള, സംഘപരിവാറിന് താല്പര്യമുള്ള ആളുകളെയാണ് സെനറ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ചും പ്രിയപ്പെട്ട റോജി M. ജോൺ ഒന്നും വാ തുറക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അതിൻ്റെ കൂടാതെ നിരവധി സബ്ജക്റ്റ് എക്സ്പേർട്ടുകളായിട്ട് വകുപ്പ് മേധാവികളിൽ തന്നെ നിരവധി പേരെ എടുത്തു വെച്ചേക്കാണ്. സാധാരണ ഇത്തരത്തിൽ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളൊക്കെ തീരുമാനിക്കുമ്പോൾ വകുപ്പ് മേധാവികളിൽ നിന്നൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇത്തവണ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗവർണർ വിശ്വനാഥ് ആർലേക്കർക്ക് അറിയാം കേരളത്തിലെ കുട്ടികൾ എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട, അവർക്ക് ഏത് തരത്തിലുള്ള വകുപ്പ് സബ്ജക്റ്റ് എക്സ്പേർട്ടുകളെ വേണമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ആലപ്പുഴ SD കോളേജിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആലപ്പുഴ SD കോളേജിൽ നിന്ന് തന്നെയൊക്കെയുള്ള ചില ആളുകളെ സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ തന്നെ അപ്പോയിൻമെൻറ്റുകൾ കൊടുത്തേക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇതിനെതിരെ ഒന്നും യാതൊരു വിധത്തിലുള്ള നിലപാടുകളും എടുക്കാനായിട്ട് ഇവർക്ക് ആർക്കും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നിലപാടുകളുടെ രാജകുമാരനോ രാജ്ഞിയോ അതുപോലെ തന്നെ റാണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചക്രവർത്തിയോ ഒക്കെ ആയിട്ടുള്ള VD സതീശനടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളുടെ ഇതുവരെ പാദസേവ നടത്തിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾക്ക് പോലും ഏതാണ്ട് ചെറുതായിട്ടൊന്നും മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ചില ലക്ഷണങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയിൽ തന്നെ കണ്ടു. കാരണം നേരത്തെയൊക്കെ ആണെങ്കിൽ VD സതീശനെ എന്തും പറഞ്ഞും എങ്ങനെയും ന്യായീകരിച്ചുകൊണ്ടിരുന്ന അജിംസും അതുപോലെ തന്നെ പ്രമോദ് രാമനുമൊക്കെ തന്നെ വളരെ വിഷണ്ണരായി ഗദ്ഗതകണ്ഠരായിട്ടൊക്കെ തന്നെ ഇതിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു. കൂടാതെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന പോലെ സതീശ മേനോൻ ഭജൻസ് എന്ന് പറയുന്ന പാടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചാനൽ പൂട്ടിപ്പോകുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല, അവരുമൊക്കെ തന്നെ ചെറിയ ഒരു സ്ലൈറ്റായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണണം. പക്ഷേ എങ്കിലും ഇതൊന്നും കേട്ട് പേടിക്കേണ്ടതില്ല UDF ഭരണകൂടം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോഴും ഇവർ വർദ്ധിത വീര്യത്തോടുകൂടി ആഞ്ഞടിക്കുന്നത് CPM-നും പ്രതിപക്ഷത്തിനുമെതിരെയാണ്, കൂടാതെ പിണറായി വിജയനുമൊക്കെ എതിരെയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ തോതിലുള്ള ഒരു എതിർപ്പ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പറയുന്നു. ഒരു സംഘീവൽക്കരണം നടക്കുന്നു, ഇതെന്താണ് ഇവർ മിണ്ടാത്തത്, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെയുള്ള ഒരു ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യാണ്, പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എന്തിനാണ്. കാരണം ഈ പറയുന്ന പോലെ മംഗലാപുരത്തേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് 25 ലക്ഷം രൂപ മുടക്കി VD സതീശൻ പോയത് എന്നൊക്കെയുള്ള ദുർഘടമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇവർ ചോദിക്കാൻ ഒരുമ്പെടുന്നില്ല എന്നുള്ളത് കൂടി പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണ് നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടേത്. അവർ യഥാർത്ഥത്തിൽ ഈ സംഘീവൽക്കരണമൊന്നും കാണുന്നില്ല. കൂടാതെ ഗവർണറെ എതിർക്കണം എന്നും അവർക്കൊരു നിലപാടില്ല.
KSUവിനൊക്കെ നിലപാടില്ലേ എന്നൊക്കെയാണ് ചിലരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. KSU പോയിട്ട് KSUവിൻ്റെ ഈ പറയുന്ന പോലെ മൂത്താപ്പന്മാരായിട്ടുള്ള VD സതീശനും രമേശ് ചെന്നിത്തലക്കും പോലും നിലപാടില്ല. പിന്നെ പാവം KSUക്കാരെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നാമത്തെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു സീറ്റ് കിട്ടാമെന്ന് ചോദിച്ചിട്ട് അതുപോലും കിട്ടാതെ പുള്ളി ആകെ വിഷണ്ണനായി സങ്കടപ്പെട്ട് ഏതോ സന്യാസത്തിലാണ് അവിടെ ചിതൽപുറ്റിനകത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരിവിടെ നിന്ന് വീണ്ടും കണ്ണിൽ കുത്തി നോവിക്കാൻ നോക്കുന്നത്. ഇത് ക്രൂരതയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയോടും VD സതീശനോടൊക്കെ ചോദിക്കൂ. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, പാവം പിടിച്ച് ഈ പറയുന്ന പോലെ അലോഷിയൊക്കെ വെറുതെ വിടൂ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ.